സേമിയ ചവ്വരി പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 200 ഗ്രാം സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിൽ നെയ്യ് ചൂടാക്കി ആദ്യം നമ്മൾ ഉണക്ക മുന്തിരിങ്ങ ഇട്ട് വറുത്തെടുക്കും. ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അതൊന്ന് ഇതുപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റി വെക്കാം. പിന്നീട് കശുവണ്ടി കുറച്ച് ഈ നെയ്ക്കകത്തൊഴിച്ച് വറുത്തെടുക്കാം. അതൊന്ന് കളർ മാറുമ്പോൾ നമുക്കതും വാങ്ങി വെക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമുക്ക് ഈ സേമിയ എല്ലാം നന്നായി ഒന്ന് വറുത്തെടുക്കണം. അതൊന്ന് കളറ് മാറി വറുത്തതുപോലെ ആകുന്നത് വരെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നീട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. നമ്മൾ ആദ്യമേ തന്നെ ചവ്വരി 100 ഗ്രാം വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഒരു മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. ഈ സോസ് പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി അതിലേക്കിട്ട് ഒന്ന് തിളപ്പിക്കണം. അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഈ സേമിയ അതിലേക്കിട്ട് അതുകൂടെ ഒന്ന് തിളപ്പിക്കാം. കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് തിളച്ചോട്ടെ. അതിനുശേഷം തീ കുറച്ചിട്ട് പാല് 3 കപ്പ് ചേർക്കാം. നല്ല തിക്ക് പാല് വേണം. അത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് തിളയ്ക്കുന്നത് വരെ കുറച്ച് നേരം ചെറിയ തീയിൽ തിളയ്ക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് മധുരം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. സേമിയ ഒരു 1/4 വേവാകുമ്പോൾ, മുഴുവൻ വെന്ത് പോകണ്ട, 1/4 വേവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഏലക്കാപ്പൊടിയും
കാഷ്യൂനട്ടും റേസിൻസും ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവമാകുമ്പോൾ ഒത്തിരി കട്ടിയായി പോകരുത്, കാരണം അത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം പോലെ വെച്ചിരിക്കുകയാണ്. ഇതിനെ ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ ആ സേമിയെല്ലാം നന്നായി കുക്കായി നല്ല കുറുകി വരും. ഇപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.